കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ മെത്തേഡാണ് പഠിച്ചിട്ടുള്ളത് ഹ്യൂറിസ്റ്റിക് സെർച്ച് ടെക്നിക്സിൽ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മീൻസ് ആൻഡ് അനാലിസിസ് ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്നിക്സിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സെർച്ചിങ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ വി ആർ സെർച്ചിങ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഇവിടെ നമ്മൾ ഈ മീൻസ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്സ് ആണ് ദാറ്റ് യൂസസ് സെർച്ച് സ്ട്രാറ്റജീസ് ഇൻ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ in order to solve a single problem. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് മേജർ പാർട്ട് ഓഫ് ദ പ്രോബ്ലം ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യും, ആൻഡ് ദെൻ വി ആർ ഗോയിങ് ബാക്ക് ടു സോൾവ് ദ സ്മോൾ പ്രോബ്ലംസ്. ഈ സ്മോൾ പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നത് നമ്മൾ വലിയ പ്രോബ്ലംസിനെ ഗ്ലൂയിങ് ടുഗദർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്മോൾ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീൻസ് ആൻഡ് അനാലിസിസ് ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ഗോൾ സ്റ്റേറ്റ്. അപ്പോൾ ഫസ്റ്റ് വി ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ഗോൾ സ്റ്റേറ്റ്. Then we identify an operator that can reduce the difference between the current state and goal state. അപ്പോൾ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്കുള്ള ഡിഫറൻസ് കുറയണം. അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇഫ് ദ ഓപ്പറേറ്റർ കനോട്ട് ബി അപ്ലൈ ടു കറണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ സബ് പ്രോബ്ലംസ് സെറ്റപ്പ് ചെയ്യും. ദാറ്റ് ഈസ് നമ്മൾ വേറൊരു ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഡിഫറൻസ് എന്തുകൊണ്ടാണ് നമുക്ക് ആ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് അത് നമ്മൾ സോൾവ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ സബ് ഗോളിംഗ് എന്ന് പറയുന്നത്. That is, it is a kind of backward chaining in which operators are selected and then sub-goals are set up to establish preconditions of the operator. This is called operator sub-goaling. That is, നമ്മൾ മെയിൻ ഓപ്പറേറ്റർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ സബ് ഓപ്പറേറ്റേഴ്സിനെ അപ്ലൈ ചെയ്തിട്ട് എത്തിക്കുന്നതിനാണ് ഈ ഒരു ഓപ്പറേറ്റർ സബ് ഗോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ ഓപ്പറേറ്റേഴ്സ് അപ്ലൈ ചെയ്യാം. ഇഫ് ദ ഓപ്പറേറ്റർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എക്സാക്ട്ലി ദ ഗോൾ സ്റ്റേറ്റ്, ദെൻ വി ഹാവ് എ സെക്കൻഡ് സബ് പ്രോബ്ലം ഓഫ് ഗെറ്റിംഗ് ഫ്രം ദ സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിക്കേഴ്സീവായിട്ട് അപ്ലൈ ചെയ്യും, നമുക്ക് ആ ഒരു പ്രീ കണ്ടീഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് വരെ. അപ്പോൾ ഈ ഒരു റിക്കേഴ്സീവ് പ്രോസസ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഡിഫറൻസ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഡിഫറൻസ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ഗോൾ സ്റ്റേറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആൻഡ് ഓൾസോ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് ഈ ഒന്നോ രണ്ടോ സബ് ഗോൾസ് കൊണ്ട് തന്നെ നമുക്ക് ഒറിജിനൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒറിജിനൽ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയും. അതായത് ഒരു ഈസി മെത്തേഡാണ് ഈ ഒരു മീൻസ് ആൻഡ് അനാലിസിസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ ഈ ഫസ്റ്റ് AI പ്രോഗ്രാം എക്സ്പ്ലോയിറ്റ് മീൻസ് ആൻഡ് അനാലിസിസ് ഇസ് ദ ജനറൽ പ്രോബ്ലം സോൾവർ ആണ്. ഇപ്പോൾ സാധാരണ പീപ്പിൾ എങ്ങനെയാണോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അതേ ഒരു ലെവലിലാണ് ഇവിടെയും മീൻസ് ആൻഡ് അനാലിസിസും യൂസ് ചെയ്യുന്നത്. അപ്പോൾ മീൻസ് ആൻഡ് അനാലിസിസിൽ ഇറ്റ് റിലൈസ് ഓൺ എ സെറ്റ് ഓഫ് റൂൾസ് ആണ്. നമുക്കറിയാം ഒരുവിധം എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ റൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റൂൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ റൂൾസ് ട്രാൻസ്ഫോം വൺ പ്രോബ്ലം സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. ഓരോ റൂളിനും ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും, ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മളൊരു പർട്ടിക്കുലർ കണ്ടീഷൻ ടു ബി മെറ്റ് ഫോർ ദ റൂൾ ടു ബി ആപ്ലിക്കബിൾ. ദാറ്റ് ഈസ് നമുക്ക് ആ റൂള് അപ്ലൈക്കബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവുന്ന ഈ കണ്ടീഷനെ നമ്മൾ പറയും പ്രീ കണ്ടീഷൻ ഓഫ് ദ റൂൾ എന്ന് പറയും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ റൂൾ പ്രീ കണ്ടീഷൻസ് ആണ്. ആ പ്രീ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് റൂള് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ റൂൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ആ ഒരു പ്രീ കണ്ടീഷനിൽ ഈ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് സ്റ്റേജ് ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റൂൾ ഡിസ്ക്രൈബ് ദ പ്രോബ്ലം സ്റ്റേറ്റ് ദാറ്റ് വിൽ ബി ചേഞ്ച്ഡ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ദ റൂൾ. ദാറ്റ് ഈസ് നമ്മളൊരു പെർട്ടിക്കുലർ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രീ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ പ്രീ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ വി ക്യാൻ അപ്ലൈ ദ റൂൾ, ദെൻ വി വിൽ ഗെറ്റ് ദ റിസൾട്ട്. അതാണ് ഒരു പെർട്ടിക്കുലർ റൂൾസിൽ ഉണ്ടാവുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസിൽ അങ്ങനെ ഈ ഒരു ഫോമിലാണ് ഉണ്ടാവുക. ഇനി നമ്മളത് സ്റ്റോർ ചെയ്യുന്നത് ഒരു ഡിഫറൻസ് ടേബിൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡിഫറൻസ് ടേബിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ്
സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എ ഡാറ്റ സ്ട്രക്ചർ that indexes the rules by the difference that they can be used to reduce is called the difference table. നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ ഓഫ് എ ഹൗസ് ഹോൾഡ് റോബോട്ട് ഡൊമെയിൻ ആണ്. സിമ്പിൾ ഒരു റോബോട്ടിൻ്റെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് വി വാണ്ട് ടു മൂവ് ഒരു പർട്ടിക്കുലർ ഡെസ്ക് വിത്ത് 2 തിങ്സ് ഓൺ ഇറ്റ് ഫ്രം വൺ റൂം ടു അനദർ. അതിൽ ഒബ്ജക്ട്സ് ടോപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഡെസ്ക് ഷുഡ് ഓൾസോ ബി മൂവ്ഡ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഡെസ്ക് അതിൻ്റെ മുകളിൽ 2 ഒബ്ജക്ട്സ് ഉണ്ട്. അതൊരു പർട്ടിക്കുലർ റൂമിൽ നിന്ന് അനദർ റൂമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ ഡെസ്കും അതിൻ്റെ മുകളിൽ 2 ഒബ്ജക്ട്സും അതേപോലെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ കറണ്ട് സ്റ്റേറ്റും ഗോൾ സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഹിയർ സിമ്പിൾ ഡിഫറൻസ് ആണ്. ജസ്റ്റ് ലൊക്കേഷൻ ഓഫ് ദ ഡെസ്ക് മാത്രമാണ് ആ ഒരു പർട്ടിക്കുലർ ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് എന്താണല്ലോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൊക്കേഷൻ ഫ്രം വൺ റൂം ടു അനദർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വി ഹാവ് the robot operators ആണ്. ഓപ്പറേറ്റർ ഉണ്ട്, the pre-conditions to be met ഉണ്ട്, റിസൾട്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പുഷ് ഓപ്പറേറ്റർ ആണ്. പുഷ് ഒബ്ജക്റ്റ് ലൊക്കേഷൻ. അവിടെ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പുഷ് ടു എ പർട്ടിക്കുലർ ലൊക്കേഷൻ. അതിന് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രീ കണ്ടീഷൻസ് എന്ന് പറയുന്നത് റോബോട്ട് ഷുഡ് ബി അറ്റ് ലൊക്കേഷൻ ആണ്. ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷനിലായിരിക്കണം റോബോട്ട്. ആൻഡ് ഒബ്ജക്റ്റ് ഷുഡ് ബി ലാർജ് ആയിരിക്കണം, ലാർജ് ഒബ്ജക്റ്റ്. ആൻഡ് ക്ലിയർ ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഷുഡ് ബി ക്ലിയർ. അതായത് അതിൻ്റെ മുകളിൽ വേറെ ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ആംസ് എം ടി, ആം എം ടി എന്ന് പറയുമ്പോൾ റോബോട്ടിൻ്റെ ആം എം ടി ആയിരിക്കണം. ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് അറ്റ് ലൊക്കേഷൻ, ഒബ്ജക്റ്റ് അറ്റ് പെർട്ടിക്കുലർ ലൊക്കേഷൻ ആൻഡ് റോബോട്ട് അറ്റ് ലൊക്കേഷൻ. അറ്റ് ഒബ്ജക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അറ്റ് പെർട്ടിക്കുലർ ലൊക്കേഷൻ ആൻഡ് റോബോട്ട് അറ്റ് പർട്ടിക്കുലർ ലൊക്കേഷനിലായിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ക്യാരി ഒബ്ജക്റ്റ് ലൊക്കേഷനാണ്. ഒബ്ജക്റ്റ് ഈസ് ക്യാരിഡ് ടു പർട്ടിക്കുലർ ലൊക്കേഷൻ. ആൻഡ് അതിൻ്റെ പ്രീ കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് ഇസ് റോബോട്ട് അറ്റ് ഒബ്ജക്റ്റ് ലൊക്കേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഷുഡ് ബി സ്മോൾ ആയിരിക്കണം, സ്മോൾ ഒബ്ജക്റ്റ്. അതിൻ്റെ റിസൾട്ടും സെയിം ആണ്, ഒബ്ജക്റ്റ് അറ്റ് ലൊക്കേഷൻ ആൻഡ് റോബോട്ട് അറ്റ് ലൊക്കേഷൻ. നെക്സ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ വാക്ക് ലൊക്കേഷനാണ്. അതിന് പ്രീ കണ്ടീഷനൊന്നുമില്ല, ജസ്റ്റ് നണ്ണാണ്. നമുക്ക് വാക്ക് ചെയ്യാം. അതിൻ്റെ പ്രീ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് റോബോട്ട് അറ്റ് ലൊക്കേഷനാണ്. ഇനി പിക്കപ്പ് ഒബ്ജക്റ്റ് ആണ്. പിക്കപ്പ് ഒബ്ജക്റ്റിന് നമുക്ക് ഒബ്ജക്റ്റ് എന്താ ചെയ്യണം? റോബോട്ട് അറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കണം അല്ലേ. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹോൾഡിംഗ് ഒബ്ജക്റ്റ് ആണ്. ഇനി അടുത്ത ഓപ്പറേറ്റർ പുട്ട് ഡൗൺ ആണ്. പുട്ട് ഡൗൺ ഒബ്ജക്റ്റ് പുട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ പ്രീ കണ്ടീഷൻ ഹോൾഡിംഗ് ഒബ്ജക്റ്റ് ആയിരിക്കണം. ആൻഡ് ഓൾസോ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് ഹോൾഡിംഗ്. ആൻഡ് ദെൻ ലാസ്റ്റ് ഓപ്പറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്ലേസ് ഒബ്ജക്റ്റ് 1 ഒബ്ജക്റ്റ് 2. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് 1 ഈസ് പ്ലേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് 2. അങ്ങനെയാണെങ്കിൽ അറ്റ് റോബോട്ട് അറ്റ് ഒബ്ജക്റ്റ് 2ൻ്റെ ആയിരിക്കണം. ആൻഡ് ഓൾസോ ഹോൾഡിംഗ് ഒബ്ജക്റ്റ് 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റ് 1നെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒബ്ജക്റ്റ് 2ൽ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് 1 ഓൺ ഒബ്ജക്റ്റ് 2. അപ്പോൾ ദീസ് ആർ ദ റോബോട്ട് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ്. ഇനി അതിൻ്റെ ഡിഫറൻസ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് ടേബിളിൽ ഒരു ടേബിളായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഓപ്പറേറ്റേഴ്സ് പുഷ്, ക്യാരി, വാക്ക്, പിക്കപ്പ്, പുട്ട് ഡൗൺ ആൻഡ് പ്ലേസ്. ഇവിടെ മൂവ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡാണുള്ളത്, പുഷ് ആൻഡ് ക്യാരി. റോബോട്ട് മൂവ് റോബോട്ടിന് നമുക്ക് വാക്കാണുള്ളത്. ആൻഡ് ക്ലിയർ ഒബ്ജക്റ്റ് ക്ലിയർ ചെയ്യാൻ നമ്മൾ പിക്കപ്പ് ഓപ്ഷനാണ് യൂസ് ചെയ്യുക. ആൻഡ് ഗെറ്റ് ഒബ്ജക്റ്റ് ഓൺ ഒബ്ജക്റ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി ഷുഡ് പ്ലേസ് പ്ലേസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ഗെറ്റ് ആം എം ടി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഓപ്പറേറ്റർ ഉള്ള? പുട്ട് ഡൗൺ ഓപ്പറേറ്റർ ആണ്. ഇനി ഹോൾഡിംഗ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് പിക്കപ്പ് ഓപ്പറേഷനാണ് വരുന്നതുള്ളത്. ആം എം ടി ആക്കാൻ നമുക്ക് പുട്ട് ഡൗണും ഉണ്ട്, അതേപോലെ പ്ലേസും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് റോബോട്ടിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഓപ്പറേറ്റർ ഐദർ വി ക്യാൻ യൂസ് ക്യാരി അല്ലെങ്കിൽ പുഷ് ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ക്യാരി ഓപ്പറേറ്ററാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രീ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. പ്രീ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? നമുക്ക് റോബോട്ട് അറ്റ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ആയിരിക്കണം. ആൻഡ് ഒബ്ജക്റ്റ് ഷുഡ് ബി സ്മോൾ ഒബ്ജക്റ്റ് ആയിരിക്കും.
അല്ലേ? പക്ഷേ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഡെസ്ക് ആണ്. ഡെസ്ക് ഇസ് ലാർജ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഓപ്പറേറ്റർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പുഷാണ്. അപ്പോൾ വി ക്യാൻ സെലക്ട് പുഷ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന സ്റ്റാർട്ട് സ്റ്റേജ് ഉണ്ട് ആൻഡ് ഡി എന്ന് പറയുന്ന ഗോൾ സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ പുഷ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ സെലക്ട് ചെയ്തു. പക്ഷേ പുഷ് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രീ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? റോബോട്ട് അറ്റ് ഒബ്ജക്റ്റ് പൊസിഷൻ ആയിരിക്കണം, ലാർജ് ഒബ്ജക്റ്റ് ആയിരിക്കണം, ക്ലിയർ ഒബ്ജക്റ്റ് ആയിരിക്കണം ആൻഡ് ആൾസോ ആം എംപ്റ്റി ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ലാർജ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? പിന്നെ റോബോട്ട് ഒബ്ജക്റ്റ് ലൊക്കേഷനിലാണോ അത് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഒബ്ജക്റ്റ് ക്ലിയർ ആയിരിക്കണം. ഒബ്ജക്റ്റ് ക്ലിയർ ആണോ? അല്ല, അതിൻ്റെ മുകളിൽ 2 ഒബ്ജക്ട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആ പ്രീ കണ്ടീഷൻ നമുക്ക് പുഷ് ഓപ്പറേറ്റർ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ബി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? പുഷ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പുഷ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് നമ്മളൊരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്തു. എൻ്റെ നമുക്ക് നെക്സ്റ്റ് ഗോൾ സ്റ്റേറ്റിലേക്ക് നമ്മൾ എന്നാലും റീച്ച് ചെയ്യുന്നില്ല. അവിടെ നമുക്ക് സം ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റർ ഗെറ്റ് ചെയ്തു, പക്ഷേ നമുക്കത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ സെർട്ടൻ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യും. എന്നിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രീ കണ്ടീഷനിലേക്ക് നമ്മൾ മെയിൻ ഓപ്പറേറ്റർ പുഷാണ്. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സർട്ടൻ ഓപ്പറേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ വി വാണ്ട് ടു റെഡ്യൂസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് ഓൾസോ ഫ്രം സി ടു ഡി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആദ്യം ചെയ്യാവുന്നത് റോബോട്ട് ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് എത്തണം അല്ലേ? ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതാണ് വാക്ക് ഓപ്പറേഷൻ. നമ്മൾ പെർഫോം ചെയ്യും. വാക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം നമ്മൾ ഡെസ്കിൻ്റെ അടുത്തെത്തി. ഡെസ്കിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് 1 പിക്ക് ചെയ്യും. ഒബ്ജക്റ്റ് 1 പിക്ക് ചെയ്തു, ഒബ്ജക്റ്റിനെ പുട്ട് ഡൗൺ ചെയ്തു. അഗെയിൻ ഒബ്ജക്റ്റ് പിക്ക് ചെയ്തു, സെക്കൻഡ് ഒബ്ജക്റ്റ് പിക്ക് ചെയ്തു, അതിനെ നമ്മൾ പുട്ട് ഡൗൺ ചെയ്തു. ആൻഡ് ദെൻ അപ്പോൾ ഒബ്ജക്റ്റ് ക്ലിയർ ആയി അല്ലേ? ഒബ്ജക്റ്റ് ക്ലിയർ ആയി. പിന്നെ റോബോട്ട് അറ്റ് ലൊക്കേഷനാണ് ആൻഡ് ഓൾസോ ആം പുട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആം ക്ലിയർ ആണ്. ആൻഡ് ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. ലാർജ് ഒബ്ജക്റ്റ് ആണ്, റോബോട്ട് അറ്റ് ലൊക്കേഷനാണ്, ക്ലിയർ ഒബ്ജക്റ്റ് ആണ്, ആം എംപ്റ്റി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ അപ്ലൈ ദ പുഷ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ബിയിലേക്കുള്ള നമ്മൾ അത്രയും ഓപ്പറേറ്റേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ പുഷ് ചെയ്തു, നമ്മൾ ആ റൂമിലേക്ക് റീച്ച് ചെയ്തു ഒബ്ജക്റ്റ്. ഇനി നമുക്കത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ഇവിടെ കുറച്ച് സർട്ടൻ ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. വാക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട്, അഗെയിൻ വാക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് വി ആർ പ്ലേസിങ് ദി ലാസ്റ്റ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് 1 ഒബ്ജക്റ്റ് 1 പ്ലേസ് ചെയ്യുന്നു. ആൻഡ് ദെൻ വി ആർ റീച്ചിങ് ദി ഗോൾ സ്റ്റേറ്റ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ സബ് ഗോൾസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമ്മളിവിടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് പുഷ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സർട്ടൻ സബ് ഗോൾസ് സെറ്റപ്പ് ചെയ്ത് ഓപ്പറേറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നു നമ്മൾ ഫൈനൽ ഗോൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ റോബോട്ടിക് ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ അതിൻ്റെ അൽഗോരിതം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അൽഗോരിതം മീൻസ് ആൻഡ് അനാലിസിസ്, കറണ്ട് ആൻഡ് ഗോൾ. ഫസ്റ്റ് കമ്പയർ കറണ്ട് ടു goal. Current സ്റ്റേറ്റും ഗോൾ സ്റ്റേറ്റും കമ്പയർ ചെയ്യും. ഇഫ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദം റിട്ടേൺ. ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആണ് വി വിൽ റിട്ടേൺ. അതർവൈസ് സെലക്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ആൻഡ് റെഡ്യൂസ് ഇറ്റ് ബൈ ഡൂയിങ് ദി ഫോളോയിങ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യും ആൻഡ് ഫോളോയിങ് റൂൾസ് അപ്ലൈ ചെയ്യും. അൺടിൽ സക്സസ് ഓർ ഫെയിലിയർ സിഗ്നൽ ദി പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സെലക്ട് എ as yet untried operator O that is applicable to the current difference. If there are no such operators, then signal failure. അപ്പോൾ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഓപ്പറേറ്ററാണ് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കറണ്ട് സ്റ്റേറ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരു ഓപ്പറേറ്റേഴ്സ് ഇല്ലെങ്കിൽ ഫെയിലിയർ സിഗ്നൽ ചെയ്യും. ഇനി വി ഗെറ്റ് ആൻ ഓപ്പറേറ്റർ ആണെങ്കിൽ അറ്റംപ്റ്റ് ടു അപ്ലൈ O to current, generate descriptions of two states, O start and O start state എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a state in which O's preconditions are satisfied, and O result എന്ന് പറഞ്ഞാൽ the state at which the result if O were applied to
O സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റാണ്, O സ്റ്റാർട്ടും O സ്റ്റേറ്റും. ഇപ്പോൾ റൂൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റേറ്റാണ് O സ്റ്റാർട്ട്, അതിലാണ് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യുന്നത്. റിസൾട്ട് കിട്ടിയുന്നത് O റിസൾട്ട്. ഇഫ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മീൻസ് ആൻഡ് അനാലിസിസ് കറണ്ട് O സ്റ്റാർട്ട് അപ്ലൈ ചെയ്യാണ്. അതിൻ്റെ ലാസ്റ്റ് പാർട്ട് മീൻസ് ആൻഡ് അനാലിസിസിൻ്റെ O റിസൾട്ട് ഗോൾ സ്റ്റേറ്റ് ആണ്. അതായത് നമ്മൾ രണ്ടും കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പെർഫോം ചെയ്യാണ്. ആസ് എ റിക്കേഴ്സീവ് പ്രോസസ്സാണല്ലോ. അപ്പോൾ കറണ്ട് സ്റ്റേറ്റ് സ്റ്റാർട്ട് സ്റ്റേറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഗോൾ സ്റ്റേറ്റുമായിട്ട് റിസൾട്ട് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ സിഗ്നലിംഗ് ദി സക്സസ് ആൻഡ് റിട്ടേൺ ദ റിസൾട്ട്. ഇനി അതർവൈസ് ആണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് സബ് ഗോൾസ് വെച്ചിട്ട് നമ്മൾ പെർഫോം ചെയ്യാണ് ചെയ്യാം. ഇത്രയാണ് മീൻസ് ആൻഡ് അനാലിസിസിൽ വരുന്നത്.